friends, welcome to I Choose New World. അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വാനില സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്പോഞ്ച് കേക്കാണ്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ വാനില സ്പോഞ്ച് കേക്കിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചു വെക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ ഒരു അരിപ്പ് വെച്ചിട്ട് 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇത് അരിച്ചെടുക്കുമ്പോഴാണ് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുക. ഇപ്പം ഞാൻ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മളിതിൽ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ ഒക്കെ ചേർത്തിട്ടുള്ളതല്ല. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് എല്ലാ സൈഡിലും ഒരേപോലെ പൊന്തി വരുള്ളൂ. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് വേറെ 2 ബൗൾ എടുത്ത് വെക്കാം. ഈ സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഈ 4 മുട്ടയുടെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ബൗളിലേക്ക് മുട്ടയുടെ വെള്ളയും ഒരു ബൗളിലേക്ക് മുട്ടയുടെ മഞ്ഞയും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 4 മുട്ടയുടെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുട്ടയുടെ മഞ്ഞ മാറ്റി വെച്ചിട്ട് മുട്ടയുടെ വെള്ളം എടുത്ത് വെക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ബീറ്റ് ചെയ്തതിന് ശേഷം ഈ ബീറ്ററിൻ്റെ ബ്ലേഡിൽ ഇങ്ങനെ കോരിയെടുക്കുമ്പോൾ അതിൽ നിന്ന് താഴേക്ക് വീഴാതെ ഈ ബീറ്ററിൻ്റെ ബ്ലേഡിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. ആ ഒരു പാകം വരുന്ന വരെ നമുക്ക് ഈ മുട്ടയുടെ വെള്ളം ബീറ്റ് ചെയ്തെടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ ബീറ്ററിൻ്റെ ബ്ലേഡിൽ പറ്റി പിടിച്ചിരിക്കും. ഇനി നമുക്കിതിലേക്ക് ഷുഗർ പൗഡർ ആഡ് ചെയ്യാം. 1 കപ്പ് മൈദക്ക് 1 കപ്പ് ഷുഗർ പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ ഷുഗർ പൗഡർ നമുക്കിപ്പോൾ ഈ മുട്ടയുടെ വെള്ളം ബീറ്റ് ചെയ്തതിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കി ഷുഗർ പൗഡർ നമുക്ക് മുട്ടയുടെ മഞ്ഞയിലേക്കാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ മുട്ടയുടെ വെള്ളയിൽ പഞ്ചസാര പൊടിച്ചത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ മുട്ടയുടെ മഞ്ഞ ഇട്ടിട്ടുള്ള ബൗൾ എടുക്കാം. എന്നിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഷുഗർ പൗഡർ കൂടി ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്യാം. കുറേശ്ശെ ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പം മുട്ടയുടെ മഞ്ഞയും ഷുഗർ പൗഡറും നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. മുട്ടയുടെ മഞ്ഞക്കാണ് മുട്ടയുടെ സ്മെല്ല് നന്നായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഈ വാനില എസൻസ് ചേർത്തതിന് ശേഷം കുറച്ച് സമയം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണമെങ്കിൽ ഈ മുട്ടയുടെ സ്മെല്ലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടും. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പാല് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്യാം. ഇപ്പം എല്ലാതും ഞാൻ നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഓവറായിട്ട് ബീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതുപോലെ ഹാൻഡ് വിസ്ക് അല്ലെങ്കിൽ സ്പാച്ചുല വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തതിന് ശേഷം ഒരുപാട് നേരം വെക്കരുത്. പെട്ടെന്ന് തന്നെ നമുക്ക് അത് ബേക്ക് ചെയ്തെടുക്കണം.
അപ്പോൾ നമ്മൾ ഓവനിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഓവൻ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടാവണം. ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒറ്റയടിക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യരുത്, കുറേശ്ശെ ഇട്ടിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഒറ്റയടിക്ക് എല്ലാതും ഇട്ടിട്ട് മിക്സ് ചെയ്യാൻ നോക്കിയാൽ നല്ല പാടായിരിക്കും മിക്സ് ചെയ്യാനായിട്ട്. മാത്രമല്ല നന്നായിട്ട് കട്ട കിട്ടുകയും ചെയ്യും. അപ്പോൾ കുറേശ്ശെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ടയുടെ വെള്ള ബീറ്റ് ചെയ്തത് ചേർത്തിട്ട് മിക്സ് ചെയ്യാം. അതും കുറേശ്ശെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഈ മുട്ടയുടെ വെള്ളം ചേർക്കുമ്പോൾ ഒരുപാട് ഇട്ടിട്ട് കുത്തിയിളക്കാൻ പാടില്ല. ഞാനിപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വീഡിയോ സ്പീഡ് കൂട്ടിയിട്ട് കാണിക്കുന്നതാണ്. പതുക്കെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി റെഡി ആയിട്ടുണ്ട്. ഇതാണ് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. നമ്മളെല്ലാം മിക്സ് ചെയ്താൽ ഇതുപോലെ കിട്ടണം. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം റെഡിയാക്കാം. പാത്രത്തിൽ ഞാനൊരു ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മീതെ കുറച്ച് ബട്ടർ പുരട്ടി കൊടുക്കുന്നുണ്ട്. പാത്രത്തിൻ്റെ സൈഡിൽ ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ കേക്ക് ടിന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എയർ ബബിൾസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഓവനില്ലാതെ നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിതിൻ്റെ മുന്നേ അമൃതപ്പൊടി കൊണ്ട് ഓവനില്ലാതെ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ആവശ്യമുള്ളവർക്ക് അത് ക്ലിക്ക് ചെയ്തിട്ട് കാണാം. ഇനി ഇതൊരു 180 ഡിഗ്രിയിൽ 35 മിനിറ്റ്സ് നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ ഒരു 35 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഓവൻ ഓഫ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി നോക്കാം. നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വാനില സ്പോഞ്ച് കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഓവനിൽ നിന്ന് എടുക്കാം. ഇനി ഈ സ്പോഞ്ച് കേക്കിന് ഈ ഗ്രില്ലിൻ്റെ ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലത്തെ ഒരു ഗ്രില്ലിലേക്ക് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ നമുക്ക് എടുത്ത് മാറ്റാം. നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഗ്രില്ലിൻ്റെ ലൈൻസൊക്കെ ഈ കേക്ക് മേല് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വാനില സ്പോഞ്ച് കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ട് നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Please subscribe, comment, like and share.